ഹലോ ഗൈസ്, ഞാൻ ചച്ചു. ഈ വീട്ടിൽ ആദ്യം എഴുന്നേക്കുന്നത് ഞാനാണ് ഗൈസ്. ഞാൻ എന്നും ഇവിടുത്തെ അപ്പന്റെ കട്ടിലാണ് കിടക്കാറ്. എന്തോ ഇവിടെ കിടന്നാലേ എനിക്ക് ഉറക്കം വരുന്നുള്ളൂ. രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുമെങ്കിലും നടക്കാറില്ല. വല്ലാത്ത വിശപ്പ്. അടുക്കളയിൽ പോയി അമ്മച്ചിയോട് എന്തെങ്കിലും ചോദിച്ചു നോക്കാം. അമ്മച്ചി സ്നേഹമുള്ളവരാ. നൈറ്റി പിടിച്ചിങ്ങനെ തൂങ്ങിയ എന്തേലും കഴിക്കാൻ തരും. അല്ലെങ്കിൽ ഞാൻ കറുച്ചട്ടി പോയി തലയിടും. വെറും ചെറ്റയാ ഞാൻ. അമ്മച്ചിയെ സോപ്പിടാനും എളുപ്പമാ. ഇടയ്ക്കിടയ്ക്ക് എടുക്കുമ്പോ പാപ്പ കൊണ്ടാൻ കൈവിട്ടെന്നും പറഞ്ഞ് ഡാൻസ് കളിച്ചാൽ കാണിച്ചാൽ മതി. സോ സിമ്പിൾ. കുടുങ്ങിയല്ലോ നാഥാ. ഞാൻ കണ്ട യൂട്യൂബ് വീഡിയോയിൽ കേരളം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. എനിക്ക് ഇറങ്ങാൻ അറിഞ്ഞുകൂടാ. ആരെങ്കിലും ഒന്നും ഇറക്കി തറാ. രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പണ്ടാലോടങ്ങി ചത്തുപോയനെ പുല്ല്. ഇത് ഈ വീട്ടിലെ മൂത്ത ചേട്ടായി, ഗൾഫുകാരനാ. ചേട്ടായി വന്നു കഴിഞ്ഞാൽ എനിക്കും സന്തോഷമാണ്. എന്നെ എങ്ങനെ സ്നേഹിക്കലടാ പൊന്നെ. ഇനി വേറൊരുത്തരുണ്ട് ഈ വീട്ടിലെ ഇളയ സന്തതി. ശല്യം. എന്റെ ട്രെയിനറാണെന്ന് അവന്റെ വിചാരം. എടാ, ഞാൻ പട്ടിയടാ, പൂച്ചയടാ. പൂച്ച സാറോ കടിക്കൂടാ, പിച്ചോടാ, മാന്തോടാ നിന്നെ. ഒരു ദിവസം ഇവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, എനിക്ക് ചോറ് തരണത് വെറുതെയാ എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ ഡാമേജ് ഉണ്ടാക്കുന്ന തെണ്ടി ഇന്നലെ എന്നോട് പറയുക പോയൊരു എലിയെ പിടിച്ചോണ്ട് വരാൻ. ആരാണ് എലി, എന്താണ് എലി കേട്ടിട്ടുള്ളതല്ലാതെ ജനിച്ച് 3 മാസത്തിനിടയ്ക്ക് ഞാനൊരു എലിയെ കണ്ടിട്ടില്ല. ഹായ്, ലഞ്ച് ടൈം ആയ. ഇന്നും ലഞ്ചിന് മത്തിയാനാണോ? ദാരിദ്ര്യം. ഡിന്നറിന് മിയോ കിട്ടുന്ന സ്വപ്നം ഞാൻ കഴിക്കാം. ലഞ്ച് കഴിഞ്ഞാൽ ഇത്രയും വിശ്രമം, അത് നിർബന്ധമാണ്. കുറച്ചു നേരം ടി വി ഇങ്ങനത്തെ ഒരു മയക്കം. ഉച്ച കഴിഞ്ഞാൽ ഇപ്പോ നാട്ടിൽ വൻ മഴയല്ലേ. മഴയും കണ്ട് ഊഞ്ഞാല് വടി സ്വല്പം ഒന്നും മയങ്ങി.